the chapter air. No. Now, do you know, just look into that. Carbon dioxide released in the atmosphere creates a greenhouse effect by trapping the heat radiated from the earth. It is therefore called a greenhouse gas, and without it, the earth would have been too cold to live in. However, when its level in the atmosphere increases due to factory smoke or car fumes, the heat retained increases the temperature of the earth. This is called global warming. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഇല്ലേ? കേൾക്കാറുണ്ട്. ന്യൂസ് പേപ്പർ വായിക്കെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കും. എന്താ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? നിങ്ങൾക്കറിയാം, ഇൻ ദ അറ്റ്മോസ്ഫിയർ കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, അതുപോലെ വേരിയസ് ഗ്യാസസ് ആർ ദേ. അതിൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എന്ത് ചെയ്യും? ഈ ഹീറ്റിനെ പുറത്തേക്ക് പോവാതെ അറ്റ്മോസ്ഫിയറിലെ ഹീറ്റിനെ അവിടെ തടഞ്ഞു നിർത്തും. അതിനാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് വരുന്നത്. പക്ഷെ നമ്മുടെ ഫാക്ടറീസിൽ നിന്നും അവിടെ നിന്നൊക്കെയുള്ള പുകയും ഹീറ്റും ഒക്കെ ഈ ഗ്രീൻ കാർബൺ ഡയോക്സൈഡ് ഇതുപോലെ തടഞ്ഞു വെക്കുമ്പോൾ എന്ത് ചെയ്യും? ചൂട് സാധാരണയുള്ളതിനെക്കാട്ടും ഒരുപാട് കൂടും. ഒരുപാട് കൂടുമ്പോൾ എന്താ ചെയ്യും? ഗ്ലോബൽ വാർമിങ്ങിലേക്ക് ഒന്നായിട്ട് ഭൂമിയിലെ ചൂട്, അത് ഇപ്പം നമ്മൾ അനുഭവിച്ച് വരുന്നതാണ് അല്ലേ? അതിനാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ദിസ് റൈസ് ഇൻ ടെമ്പറേച്ചർ കോസസ് സ്നോ. അതാണ് പ്രശ്നം. നിങ്ങൾക്കറിയാം, നേരത്തെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, നോർത്തും സൗത്തും പോൾസിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അവിടെ മുഴുവൻ ഐസാണ്. അപ്പോൾ ഈ ചൂട് കൂടിയാൽ എന്ത് ചെയ്യും? ഭൂമിയിലെ എല്ലാ ഭാഗത്തേക്ക് ഈ ചൂട് കൂടില്ലേ? അപ്പോൾ എന്താ പറ്റുന്നത്? ഇപ്പം തന്നെ ഐസ് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അല്ലേ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഷോ ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ദാറ്റ്സ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. കാരണം അവിടെയൊക്കെ ഈ ഐസായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഒന്നായിട്ട് അങ്ങോട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഈ വേൾഡ് മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലാവാൻ അധികം സമയമൊന്നും വേണ്ട അല്ലേ? As sea level rises, causing flood in coastal area, there may be drastic changes in climate of place, leading to extinction of plants and animals in the long run. അതുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് നിർത്തി അതിൻ്റെ ചൂട്, ഭൂമിയുടെ ചൂട് കുറയ്ക്കാനുള്ള, അതായത് ഫാക്ടറീസിൻ്റെ ഒക്കെ എണ്ണം കുറയ്ക്കണം, അവർ പുറത്തേക്ക് വിടുന്ന ചൂടുവായുവിനെയൊക്കെ ടോക്സിക് ഗ്യാസസിനെയൊക്കെ തടയണം എന്നൊക്കെ പറയാനുള്ള കാരണം. ഇനിയെങ്കിലും ഇഫ് യു ഹിയർ ഓൾ ദിസ് യു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൽ തന്നെ നമ്മൾ കുടുങ്ങിയേനെ. കാരണം ഭൂമി തണുത്തുറഞ്ഞു പോയേനെ. ഈ ചൂട് ഇതിൽ തന്നെ പിടിച്ചത്. പക്ഷേ ഈ എക്സ്ട്രീം ചൂട് കൊണ്ട് നമ്മൾ തന്നെ പ്രശ്നം ഉണ്ടാക്കാം. Our earth is surrounded by a huge blanket of air called atmosphere. All living beings in this earth depend on atmosphere for their survival. It provides us the air we breathe and protects us from the harmful effects of the sun's rays. Without this blanket of protection, we would be baked alive by the heat of the sun during the day and grow frozen during the night. So it is this mass of air that has made the temperature on earth livable. അപ്പം ഈ എയർ വായു എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ല എങ്കിലും ഇത് വലിയ വസ്തുവാണ്. കാരണം നമ്മളൊന്ന് വീശുമ്പോഴേക്ക് കണ്ടില്ലേ ചൂടിൽ നമുക്കൊരു ശമനം വരും. അപ്പോൾ ആ ഫീൽ ചെയ്യാൻ നമുക്ക് എയർ അല്ലേ? അപ്പോൾ ഈ എയർ എന്താ ചെയ്യുക? എയറിൽ അറ്റ്മോസ്ഫിയറിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചൂട് അധികം ചൂട് കൊണ്ടാതെ രാത്രിയാകുമ്പോൾ വല്ലാതെ സൺസെറ്റ് റേസ് ഇല്ലാതെ അവിടെ ഒന്നായി തണുത്തുറഞ്ഞു കൊണ്ടാണ്. ഇത് രണ്ടും ഇല്ലാതെ ചൂട് വല്ലാതെ കൂടാതെ തീരെ കുറയാതെ പിടിച്ചു നിർത്തുന്നതാണ് അറ്റ്മോസ്ഫിയർ. ആ അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നെങ്കിൽ there will be no life on earth. വേറെ ഏതൊരു പ്ലാനറ്റിൻ്റെ പോലെ ആയേനെ ഏർത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഈ അറ്റ്മോസ്ഫിയറിൽ എയർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ എന്താണ് ഈ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത്? നമ്മൾ what does this air have? Nitrogen, oxygen are the two main gases. Carbon dioxide, helium, ozone, argon and hydrogen ഇതും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഉണ്ട്? ഹൈഡ്രജനും നൈട്രജൻ ഓക്സിജൻ മെയിൻ ഗ്യാസസ്. മറ്റതൊക്കെ കാർബൺ ഡയോക്സൈഡ്, ഹീലിയം, ഓസോൺ, ആർഗോൺ, ഹൈഡ്രജൻ. ഇത്രയൊക്കെ ലെസർ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണുള്ളത്? ഓക്സിജനും നൈട്രജൻ. ദെൻ ഇതൊക്കെ അല്ലാണ്ട് പിന്നെ എന്താണ്? ഓഫ് കോഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ്, ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ. നൈട്രജൻ ആ പൈ ചാർട്ട് എന്ന് പറയുന്നത് കാണിക്കുന്നത് അതാണ്. എത്ര ശതമാനം നോക്കൂ, ടോട്ടൽ ഗ്യാസിൻ്റെ 78% നൈട്രജൻ ആണ്. ബാക്കി
21% മാത്രമേ ഉള്ളൂ എന്താ ഇത് ഓക്സിജൻ. അതിൽ ബാക്കി വരുന്ന 1% എന്തായാലും 0.93% ആർഗണും 0.04 അത് ഓൾ അതേഴ്സ്. അപ്പോൾ നമുക്ക് ഓക്സിജൻ വളരെ കുറവാണ് അല്ലേ, 21% ഉള്ളൂ. ഓക്കെ, നമുക്കതില്ലാതെ ജീവിക്കാനും പറ്റില്ല. Okay, nitrogen is the most plentiful gas in the air. When we inhale, we take some amount of nitrogen into our lungs and exhale. But plants need nitrogen for their survival. They can not take nitrogen directly from the air. Bacteria that live in the soil and roots of some plants take nitrogen from the air and change it form so that the plants can use it. You got it? See, we also when we take oxygen, മാത്രം ഉള്ളിൽ കിടക്കുന്നൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ. നൈട്രജൻ നമ്മൾ ഉള്ളിലേക്ക് ഇടുന്നു, നമുക്ക് വേണ്ട നൈട്രജൻ എന്നുള്ളതുകൊണ്ട് അതിനെ എക്സെയിൽ ചെയ്യും, പുറത്തേക്ക് ഇടും. പക്ഷേ ദീസ് നൈട്രജൻ ഹൂ നീഡ്സ് പ്ലാന്റ്സ് നീഡ്. അപ്പോൾ അവർക്ക് പക്ഷെ ഡയറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കാനൊന്നും പറ്റില്ല. സോ വാട്ട് ഡു ദേ ഡു? ഈ സോയിലിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ ഒക്കെ ഉണ്ട് അല്ലേ, അപ്പം റൂട്ട്സ് ഓഫ് സം പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഈ നൈട്രജനെ വലിച്ചെടുത്തിട്ട് ഈ ചെടികൾക്ക് ആവശ്യത്തിന് പാകത്തിൽ എന്ത് ചെയ്യും? ഫോർമേഷൻ ചെയ്യും. അങ്ങനെയാണ് ചെടികൾ എന്ത് ചെയ്യുന്നത്? നൈട്രജനെ വലിച്ചെടുക്കും. Oxygen is the second most plentiful gas in the air. Humans and animals take in oxygen from the air as they breathe. Green plants produce oxygen during photosynthesis. In this way, oxygen content in the air remains constant. If we cut trees, then this balance gets disturbed. You understood? Kunya class now. We breathe in oxygen, we need oxygen. Yeah? Plants need what? Carbon dioxide for their growth. But when we breathe oxygen, we give out carbon dioxide. Air എല്ലാം കൂടി നമ്മൾ വലിച്ചെടുത്തിട്ട് ഓക്സിജൻ എടുത്ത് ബാക്കിയൊക്കെ പുറത്തു. And this plants take and prepare their own food. അപ്പോൾ പ്ലാന്റ്സ് ഒരു ബാലൻസിൽ പോകണം, നമ്മൾ ഹോബി. അപ്പോൾ പ്ലാന്റ്സിനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വീടുണ്ടാക്കി ഹോട്ടലും മറ്റതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹോട്ടലിലൊന്നും ബ്രീത് ചെയ്യുന്നില്ലല്ലോ, പ്ലാന്റ്സല്ലേ ബ്രീത് അല്ല ഓക്സിജൻ പുറത്തു വിടുന്നുള്ളൂ. നമുക്ക് ബ്രീത് ചെയ്യാൻ പറ്റാതെ. ഇതാണ് പ്ലാന്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്. ലാസ്റ്റ് ഫ്രം സ്മോളർ ക്ലാസ്സസ് നമ്മൾ പഠിക്കുന്നു അല്ലേ. Carbon dioxide is another important gas. Green plants use carbon dioxide to make their food and release oxygen. Humans or other animals release carbon dioxide. The amount of carbon dioxide released by humans or animals seems to be equal to the amount of used by plants, which make a perfect balance. Our balance is upset by burning fuels such as coal and oil. They add millions of tons of carbon dioxide to the atmosphere. As a result, the increase of volume of carbon dioxide is affecting Earth's weather and climate. I told from the beginning how it is affected. But when we breathe, we give out carbon dioxide, and they take in this carbon dioxide, and there is a balance. This balance is we burn a lot of fuel. This fuel burning this balance carbon dioxide oxygen balance. Okay? As I told earlier, global warming. Okay, when the air is heated, it expands, becomes lighter and moves up. Cold air is heavy, that is why it tends to sink down. When hot air rises, cold air from this rushes to this area. അപ്പോൾ എങ്ങനെയാണ് എയർ സർക്കുലേഷൻ നടക്കുക? ഇതും നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. നമ്മൾ ഈ ചൂട് കൂടുന്ന ഒരു സാധനം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് ആവി പോകുന്ന കണ്ടിട്ടില്ലേ? അതിൻ്റെ മുകളിലൊരു തണുത്ത ലിഡ് വെച്ച് കൊടുക്കും. ആവി എന്താവും അതിൻ്റെ മുകളിൽ തട്ടി വെള്ളമായി താഴോട്ട് വരുന്നുണ്ടല്ലേ. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം മുകളിലേക്ക് ചൂട് കൂടുമ്പോൾ ഇത് മുകളിലേക്ക് പോകും. അപ്പം ചുറ്റുമുള്ള ചൂട് കുറഞ്ഞ വായു എന്ത് ചെയ്യും? ചൂട് കൂടിയോടത്തേക്ക് വീഴും. ഇങ്ങനെ ഈ ചൂട് കൂടലും കുറയലും എപ്പോഴും നടക്കുന്നുണ്ട്. എയർ എപ്പോഴും എന്ത് ചെയ്യും? മൂവ് ചെയ്യുന്നുണ്ട്. സർക്കുലേഷൻ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം എന്താ പഠിച്ചിരുന്നത്? എയറിൽ എന്തൊക്കെയുണ്ട്? മെയിനായിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. അങ്ങനെ കാർബൺ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ 78%, ഓക്സിജൻ 21% ഉള്ളൂ, 21% ഉള്ളൂ. ദെൻ ദ റെസ്റ്റ് 0.4 അതർ ഗ്യാസസും ആർഗൺ 0.93. അപ്പം നമ്മൾ പ്ലാന്റ്സ് ഒരു ബാലൻസ്ഡ് പോയിരുന്നു. ഇപ്പം ഒരുപാട് ഹീറ്റ് ചെയ്യുന്നുണ്ട്
ഫാക്ടറീസ് മറ്റേതൊക്കെ വന്നിട്ട് ബാലൻസ് ചെറുതായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എയർ സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. ഇത്രയാണ് ദിസ് ഇസ് വാട്ട് വി സ്റ്റഡീഡ് ഇൻ ദ ഫസ്റ്റ് പേജ്. നൗ അവർ അറ്റ്മോസ്ഫിയർ, സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പം നമ്മൾ ഇനി പഠിക്കുന്നത് അറ്റ്മോസ്ഫിയർ എന്താ, ശരിക്കും നമ്മൾ തണുപ്പിന് എന്തിനാണ് നമ്മൾ പുതപ്പ് ഉപയോഗിക്കുന്നത്? ചൂടത്ത് നമുക്കൊന്നും വേണ്ട, പക്ഷെ തണുപ്പത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം ഇത് നമ്മളെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പുതപ്പ് പോലെയാണ് അല്ലേ. അപ്പം നമ്മൾ ഈ ചൂട് അധികം പുറത്തു പോവാതെ തടഞ്ഞു നിർത്താനും തണുപ്പത്ത് രാത്രി വല്ലാതെ തണുപ്പ് അടിക്കാതിരിക്കാനും ഈ എയർ ഒരു ബ്ലാങ്കറ്റ് പോലെ നമ്മൾ സംരക്ഷിക്കുകയും. പക്ഷെ ഇപ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ചൂട് കൂടുന്ന സാധനങ്ങൾ കൂടിയുണ്ട്. ഏർത്തിൻ്റെ ചൂട് തന്നെ, അറ്റ്മോസ്ഫിയറിൻ്റെ ചൂട് തന്നെ കൂടുകയും അതിൽ തന്നെയുള്ള ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ സാധനം ഒരു ബ്ലാങ്കറ്റ് പോലെയാണെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കൂടുതൽ പഠിക്കേണ്ട കാര്യമാണ്. വാട്ട് all composes an atmosphere. Our atmosphere is divided into 5 layers starting from the Earth's surface. So, the surface ആണ്. ആ സർഫസിൻ്റെ മുകളിൽ നമുക്ക് പഠിക്കാം. Troposphere, Stratosphere, Mesosphere, Thermosphere, exosphere. ഇത് ശരിക്കും പഠിച്ചോളൂ. Because geography, this is the essential part of geography. Troposphere, Stratosphere, Mesosphere, Thermosphere and exosphere. 5 stratas ആണ്. അപ്പോൾ പുതപ്പിൽ എന്ന് നോക്കും, നല്ല കട്ടിയുള്ള പുതപ്പാണ്. താഴെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇനി ഓരോ ലെയർ എങ്ങനെയാണ്? ലെയർ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എത്ര കിലോമീറ്റർ ഹൈറ്റ്? 13 കിലോമീറ്റർ. നമ്മൾ ബ്രീത് ചെയ്യുന്ന എയർ ഇവിടെ ഉണ്ടാവും. റെയിൻഫോൾ, ഫോഗ് ആൻഡ് ഹെയിൽ സ്റ്റോം ഈ ലെയർ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. റെയിൻഫോള്, ഫോഗ്, മഞ്ഞ് മൂടിക്കിടക്കുന്ന അവസ്ഥ, ഹെയിൽ, മറ്റേ ആലിപ്പഴം വീഴുക നമ്മൾ പറയും, മഞ്ഞൊക്കെ വീഴുന്ന ചില സ്ഥലങ്ങളുണ്ട്, ഹില്ലി ഏരിയസ്, അതൊക്കെ ഈ ഏരിയയിലാണ് ഉണ്ടാവും. അപ്പോൾ 13 കിലോമീറ്റർ ശരിക്കും ആലോചിക്കാം. ട്രോപ്പോസ്ഫിയർ, അതിൻ്റെ തൊട്ട് മുകളിലുള്ളതാണ് ട്രോപ്പോസ്ഫിയർ. ഇനി സ്ട്രാറ്റോസ്ഫിയർ, എബവ് ദ ട്രോപ്പോസ്ഫിയർ ലൈസ് ദ സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ആദ്യത്തത് 13 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ പിന്നെ 50 കിലോമീറ്റേഴ്സ് ആണ് സ്ട്രാറ്റോസ്ഫിയർ. ഫ്രീ ഫ്രം ക്ലൗഡ്സ് ആൻഡ് അസോസിയേറ്റഡ് വെതർ ഫിനോമിന. അവിടെ എന്തുണ്ടാവും? നോ ക്ലൗഡ്സ് ആൻഡ് അതർ വെതർ ഫിനോമിന. അപ്പോൾ ഇതൊക്കെ മേക്കിംഗ് കണ്ടീഷൻസ് മോസ്റ്റ് ഐഡിയൽ ഫോർ ഫ്ലൈയിങ്. അപ്പം നമ്മൾ ആലോചിക്കണം, അറ്റ്മോസ്ഫിയറിൻ്റെ ഏത് ലെയറിലൂടെയായിരിക്കും ഈ ക്ലൗഡിലൊക്കെ കുടുങ്ങിപ്പോയി ഇത് ഇറങ്ങേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലേ, അത് മിക്കവാറും ഈ താഴോട്ട് പറക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഈ എയറോപ്ലെയിൻസ് എവിടെ കൂടിയായിരിക്കും പറയുന്നത്? അതെ, അപ്പോൾ ഭൂമിയിൽ നിന്ന് 15 കിലോമീറ്റർ മുകളിൽ, അതായത് പിന്നെ അങ്ങോട്ട് സ്ട്രാറ്റോസ്ഫിയറിലാണ് എയർപ്ലെയിൻസിന് പോകാൻ ഏറ്റവും നല്ല ഏരിയ. ഓക്കെ, one important feature of stratosphere is that it contains a layer of ozone gas. We have just learned how it protects. അപ്പോൾ അതിലെന്തുണ്ട്? ഓസോൺ ഗ്യാസ്. ഈ ഓസോൺ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ഓസോൺ ലെയർ എന്ത് ചെയ്യും? ഈ പൊതുപ്പിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് പോലെയുണ്ട്. അതിന് മറ്റേ സണ്ണിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഹാർംഫുൾ റേസ് ഒക്കെ സണ്ണിൽ നിന്ന് പോകുന്നത്, അതൊക്കെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? ഈ ഓസോൺ ലെയർ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയല്ലോ, ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും. 15 കിലോമീറ്റർ ഒന്ന് അത് കഴിഞ്ഞിട്ടില്ല 50 കിലോമീറ്റേഴ്സ്. അതുപോലെ ക്ലൗഡ്സ് അങ്ങനെ വെതർ റിലേറ്റഡ് ഒന്നും ഇതിലില്ലാത്തതുകൊണ്ട് എയ്റോപ്ലെയിനിന് ഏറ്റവും നല്ല പറക്കാനുള്ള സൗകര്യം, കാരണം തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നത് ക്ലൗഡിൽ കുടിക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. മെസോസ്ഫിയർ, ദിസ് ഇസ് ദ തേർഡ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. 80 കിലോമീറ്റേഴ്സ്. ആദ്യം കൂടി വരികയാണ്. 50, 13, 50, 80. Meteorites burn up in this layer on entering from the space. Meteorites എന്താണെന്ന് അറിയില്ലേ? ഈ ഇതില്ലേ ഇതിൻ്റെയൊക്കെ ചുറ്റിൽ, പ്ലാനറ്റ്സിൻ്റെയൊക്കെ ചുറ്റിൽ ചെറിയ ചെറുത് എന്നല്ല, അത്രയ്ക്ക് ചെറുതല്ല, അങ്ങനെ പല ഡസ്റ്റ് പാർട്ടിക്കിൾസും മറ്റല്ലോ, അതൊക്കെ ചിലത് ഭൂമിയിലെ ഇതിൻ്റെ ആകർഷണം കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ആ വരുന്നതൊക്കെ ഇവിടെ എത്തുമ്പോൾ എന്ത് പോവും? കത്തിപ്പോവും. ഓക്കെ, burn up in this layer on entering from the space. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ചെറിയ ഐഡിയ മാത്രം തരികയാണ്. ഓക്കെ, so we move on to thermosphere. In the thermosphere, temperature rises very rapidly with increasing height. അതാണ്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച്
തെർമോസ്ഫിയറിൽ എന്താവും ആ പേര് തന്നെ തെർമോമീറ്ററിൽ അങ്ങനെയല്ലേ ചെയ്യുക നമ്മൾ പനി കൂടുമ്പോൾ അത് കൂടുന്ന പോലെയാണ് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും. Ionosphere is a part of this layer. It extends between 80 to 400. അപ്പോൾ 13, 50, 80, 80 തൊട്ട് 400 വരെ thermosphere, ion state layer. This layer helps in radio transmission. In fact, radio waves transmitted from the earth are reflected back to the earth by this layer. മനസ്സിലായോ? അപ്പോൾ റേഡിയോ വേവ്സ് ട്രാൻസ്മിഷൻ ഒക്കെ ഈ ലെയറാണ് ബെസ്റ്റ്. ഓക്കെ, റേഡിയോ വേവ്സ് റിഫ്ലക്ട് ചെയ്യുന്ന ബാക്ക് എർത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന ഈ ഇതിലാണ് എക്സോസ്ഫിയർ. ദ uppermost layer of the atmosphere known as exosphere. Thin air, light gases, helium, hydrogen float into space from. അപ്പം ഹീലിയവും ഹൈഡ്രജനും ഒക്കെ ലൈറ്റ് ഗ്യാസസ് ആണല്ലോ, അത് സ്പേസിലേക്ക് ഫ്ലോട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന്. അപ്പോൾ വെരി സിമ്പിളായിട്ട് പറഞ്ഞാൽ atmosphere, how many layers are there? Troposphere, stratosphere, mesosphere, thermosphere and exosphere. Troposphere 13 kilometers അല്ലേ, അത്രയേ ഉള്ളൂ. 13 to 50 കിലോമീറ്റർ, അതിൻ്റെ മുകളിലോട്ട് 50 കിലോമീറ്റേഴ്സ് വരെ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ 80 കിലോമീറ്റേഴ്സ് വരെ തെർമോസ്ഫിയർ, മെസോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയറാണ് 80 to 400 കിലോമീറ്റേഴ്സ്. ഇനി അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും ചെറിയ ലെയർ അല്ലേ, ദിസ് ലെയർ ഹാസ് വെരി തിൻ എയർ ആണ് അല്ലേ, ലൈറ്റ് ഗ്യാസ്, ഹീലിയം, ഹൈഡ്രജൻ, ഇതൊക്കെ എക്സോസ്ഫിയറിലാണ് ഉള്ളത്. വെദർ ആൻഡ് ക്ലൈമറ്റ്. Is it going to rain today? Will it be bright and sunny today? How many times have we heard this from the anxious cricket fans speculating the fate of one-day match? If we imagine our body to be a radio and the mind its speaker, weather is something that fiddles with its control notes. Weather is this hour to hour day-to-day condition of the atmosphere. A hot and humid weather make one irritable. A pleasant breezy weather make one cheerful, even plan for an outing. Weather can change dramatically from day to day. However, the average weather condition of a place for a longer period of time represents climate of a place. Now, do you understand why we have daily weather forecast? Okay. എന്താണ് വെദർ, എന്താണ് ക്ലൈമറ്റ്? ഹൗ ഇസ് ദ വെദർ ടുഡേ? നമ്മൾ രണ്ടും എപ്പോഴും കൺഫ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ വെദറും ക്ലൈമറ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അല്ലേ. ഒരു ചിലപ്പം നല്ല ചൂടാണ്, നമ്മൾ നല്ല ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത. പിന്നെ ആണെങ്കിലോ നല്ല ബ്രീസി ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്കൊരു ഔട്ടിങ്ങിന് പോകാനും കൂടെ തോന്നും അല്ലേ. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു വെദർ, ഇങ്ങനെയുള്ള വെദർ ഒരു കുറച്ച് കാലത്തേക്ക് നിന്ന് നമ്മളതിൻ്റെ ക്ലൈമറ്റ് ഉണ്ട്. അപ്പം വെദറാണ് എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യുക. അപ്പം നമ്മൾ എന്നും ന്യൂസിൻ്റെ എൻഡിലേക്ക് വെദർ റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം ഇതാണ് അല്ലേ. കാറ്റിനെ ഗതി നോക്കിയിട്ട് പിന്നെ ടെമ്പറേച്ചറിനെ ചൂടറിഞ്ഞിട്ടൊക്കെ ഇപ്പം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് വെദർ ഫോർകാസ്റ്റ്, ക്ലൗഡ്സിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് വെദർ ഫോർകാസ്റ്റ്. ഇപ്പം അതുകൊണ്ടായിരിക്കും ഇപ്പം നല്ല ചൂട്, മഴ അടുത്ത് തുടങ്ങാൻ പോവുകയാണെന്നാണ് വെദർ ഫോർകാസ്റ്റിലുള്ള അല്ലേ, ഇന്ന് ശരിക്കും വേണ്ടതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പം വെദർ ഇതുകൊണ്ടാണ് ദിവസം വെദർ ഫോർകാസ്റ്റ് വരെ, കാരണം ഡേ ടു ഡേ ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഇന്ന് രാവിലെ കണ്ട ക്ലൈമറ്റ് അല്ല ഇപ്പോൾ. അപ്പം ദിസ് ഇസ് ആ വെദർ കണ്ടിന്യൂസ് ഒരു കുറേ കാലത്തേക്ക് അത് നിന്നിട്ട് നമ്മളതിൻ്റെ ക്ലൈമറ്റ് പറയും. ഓക്കെ, ടെമ്പറേച്ചർ. The temperature you feel every day is the temperature of the atmosphere. Degrees of hotness and coolness of the air is known as temperature. Temperature of the atmosphere changes not only between day and night but also from season to season. Summers are hotter than winters. An important factor that influences the distribution of temperature is insolation. Insolation is the incoming of solar energy intercepted by the earth. The amount of insolation decreases from equator towards the poles. Therefore, the temperature decreases in the same manner. മനസ്സിലായല്ലോ? That we know. അല്ലേ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറാണ്. ചൂട് കൂടുന്നതിൻ്റെ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിൻ്റെ ചൂട് കുറവാണ്, അവിടെയുള്ള ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ഇത് തന്നെ അറിയാം. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതാണ്? ഐസൊലേഷൻ എന്ന് പറയും. ഇൻസുലേഷൻ പറയും. അതന്നെ ഐസൊലേഷൻ പോലെ തന്നെ. ഇപ്പോൾ ഇക്വറ്റോറിയൽ റീജിയനിൽ
നല്ല സണ്ണിൻ്റെ ഹീറ്റ് ഉള്ളതുകൊണ്ട് നല്ല ചൂടായിരിക്കും. പിന്നെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ചൂട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. Now, do you understand why poles are covered with snow? Yeah, we know. If the Earth's temperature rises too high, it would become too warm for some crops to grow. Temperatures in the cities is much than that of the village. The concrete and metals in buildings and the asphalt of roads get heated up during the day. This heat is released during the night. Also, the crowded high-rise buildings of the cities trap the warm air and thus raise the temperature of the city. അപ്പോൾ ഇതും നമ്മൾക്ക് ആലോചിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ആലോചിക്കേണ്ട എന്തുകൊണ്ടാണ് വില്ലേജസിൽ ചൂട് കുറവും ടൗണിൽ കൂടുതലും? കാരണം there are no more buildings. ആ ബിൽഡിങ്സ് ഹൈറ്റ് ആവുന്നതിനനുസരിച്ച് എന്താവും? They trap the heat. ഹീറ്റിനെ ട്രാപ്പ് ചെയ്യും. മറ്റേത് അത്ര വലിയ ബിൽഡിങ്സ് ഇല്ലാതുകൊണ്ട് ആ ചൂട് വൈകുന്നേരം ആകുമ്പോൾ അതങ്ങ് പോകും. അപ്പം പിന്നെ ടാർഡ് റോഡ്സ്, ടാർ കണ്ടിട്ടില്ലേ? ഭയങ്കരമായിട്ട് ചൂട് ഉരുകുന്ന പോലെ തോന്നില്ലേ? കാലൊക്കെ വെച്ചാൽ ഉരുകി പോകുന്ന പോലെ തോന്നും. അപ്പം നമ്മൾക്ക് എന്താ പറ്റുന്നത്? രാത്രിയാകുമ്പോൾ ഈ ചൂട് നമ്മളിലേക്ക് പാടും. അപ്പം എന്താവും? അതുകൊണ്ടാണ് ടൗണിൽ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണോ പ്ലാന്റ്സിനെ നന്നായിട്ട് വെട്ടി നശിപ്പിക്കുന്നതും വലിയ ബിൽഡിങ്സ് ഉണ്ടാകുന്നതും. കാരണം ഈ സാധനങ്ങളൊക്കെ ഈ ആസ്ഫാൾട്ട് മറ്റേ ഇതൊക്കെ ബിൽഡിങ്സ് ഉണ്ടാകുന്ന കോൺക്രീറ്റ് ഒക്കെ എന്താ പറ്റുന്നത്? ചൂടിനെ തടഞ്ഞ് അങ്ങ് പിടിച്ച് നിർത്തും. ഇത് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ്. എയർ പ്രഷർ, the standard unit of measuring temperature is degree Celsius and Celsius. Ice in the 0 degree Celsius, water boil in the temperature 100 degree Celsius. Okay, you will be surprised to know that the air above us presses us with great force on our bodies. However, we don't even feel it. This is because the air presses us from all directions and our body exerts a counter pressure. Air pressure is defined as the pressure exerted by the weight of air on the Earth's surface. As we go up the layers of the atmosphere, the pressure falls rapidly. The air pressure is highest in sea levels and decreases with height. Horizontally, the distribution of air pressure is influenced by temperature of air at a given place. In areas where temperature is high, the air gets heated and rises. This creates a low pressure air. Low pressure is associated with cloudy skies and wet weather. In areas having low temperature, the air is cold. It is therefore heavy. Heavy air sinks and creates high pressure air. High pressure is associated with clear and sunny skies. They are always moved. I told you early. Cold regions അവിടെയുള്ള എയറും നല്ല ഹെവി ആയിട്ടിരിക്കും. അപ്പം എന്താവും? അതിങ്ങനെ സിങ്ക് ചെയ്തിട്ടാവും. അപ്പോൾ ഈ ക്ലിയർ ഏരിയാസിൽ എന്താവും? അവിടെ ഇങ്ങനെ ചൂട് കൂടുന്നതിനനുസരിച്ച് അതിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഈ കാറ്റ് ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് വരും. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റ് ഓഫ് എയർ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഇസ് എയർ പ്രഷർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലായല്ലോ. എയർ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ എയർ, exerted by the weight of the air on the earth. എത്ര വെയിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് പ്രഷർ. ഓക്കെ, മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്താ പറ്റുന്നത്? അതുകൊണ്ടാണ് നമ്മൾ ഈ മലകളൊക്കെ കയറുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ശ്വാസം വലിക്കാനൊക്കെ ബുദ്ധിമുട്ട്. അതിൻ്റെ ഇത് കുറയുക ചെയ്യും അല്ലേ? അറ്റ്മോസ്ഫിയറിൻ്റെ ലെവൽ കുറയുന്നതുകൊണ്ടാണ് ശ്വാസം നമ്മൾ ഈ ചുരുക്കമൊക്കെ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, the air pressure is highest at sea level and decreases with height. Sea level higher ആണ്. അപ്പം ഇത് ശ്രദ്ധിക്കുക. പിന്നെ വിൻഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ഏരിയ, അതാണ് വിൻഡ്. ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിൽ ഈ കാറ്റ് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? വിൻഡ്. Okay, sometimes when the wind blows gently, you can even see the blowing away smoke or fine dust. At times, wind can be so strong that it is difficult to walk against. Okay, think of some permanent winds. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൻഡ് എന്തുകൊണ്ട് വരുന്ന ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്, മൂവ്മെന്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് വിൻഡ് വരുന്നത്. അപ്പോൾ ഈ വിൻഡ് 3 ഡിഫറെൻറ്റ് വിൻഡ്സ്. എന്താണ്? പെർമനൻറ്റ് വിൻഡ് ഉണ്ട്, സീസണൽ വിൻഡ് ഉണ്ട്, ലോക്കൽ വിൻഡ്. ഇത് പേര് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. Trade winds, westerlies and easterlies are the permanent winds. വെസ്റ്റിൽ നിന്ന് ഫ്ലോ ചെയ്യുന്നു, ഈസ്റ്റിൽ നിന്ന് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ മീനിങ് ഉള്ളൂ. അപ്പം
flow constantly throughout the year in a particular direction. West എന്ന് ഫ്ലോ ചെയ്യുന്നു, ഈസ്റ്റ് എന്ന് ഫ്ലോ ചെയ്യുന്നു. വെസ്റ്റേർലീസും ഈസ്റ്റേർലീസും പെർമനന്റ് എപ്പോഴും ഫ്ലോ ചെയ്യുന്ന വിൻഡാണ് വെസ്റ്റേർലീസും ഈസ്റ്റേർലീസും. സീസണൽ വിൻഡ് എന്താ? മൺസൂൺ മഴക്കാലം വരുന്ന വിൻഡാണ്. ഈ മൺസൂൺ വിൻഡാണ്. ആ കാലത്ത് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അതിനെ മഴക്കാലത്ത് മാത്രമുള്ളതായതുകൊണ്ടാണ് അതിനെ മൺസൂൺ വിൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ലോക്കൽ വിൻഡ്സ് only during a particular period of the day or year in a small area. Land and sea breeze, അല്ലേ? ലാൻഡ് ബ്രീസും സീ ബ്രീസും കടൽ കാറ്റും കരയിലെ കാറ്റും കണ്ടിട്ടില്ലേ? അത് പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ നമ്മൾ പഠിച്ചിട്ടില്ലേ? സോയിലിൻ്റെ മുകളിലുള്ള എയർ ചൂട് കൂടും. അപ്പോൾ എന്താവും? ചൂട് കൂടുമ്പോൾ അത് പൊങ്ങിപ്പോകും. അപ്പോൾ ഈ കരയാണല്ലോ, വെള്ളമാണ് ഇതിനെക്കാട്ട് ചൂട് കുറയുക. അപ്പം എന്ത് ചെയ്യുക? അത് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. രാത്രിയിലാവുമ്പോൾ തിരിച്ച് മറ്റേ ഭാഗത്ത്. അപ്പം അതാണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും. അതൊരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം. അപ്പം 3 തരത്തിലുള്ള വിൻഡുണ്ട്. അതായത് ഈ വെസ്റ്റേർലീസ് ഈസ്റ്റേർലീസ് എന്ന് ത്രൂ ഔട്ട് ദ ഇയർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിനെ പെർമനൻറ്റ് വിൻഡ് വിളിക്കും. പിന്നെ ഈ മൺസൂൺ സീസണിലോ അങ്ങനെയുള്ള മഴക്കാലങ്ങളിൽ മാത്രം വീശുന്നതിനെ സീസണൽ വിൻഡ്സ് എന്ന് വിളിക്കും. ലോക്കൽ വിൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഏരിയ, അതായത് സീൻ്റെ അടുത്തുള്ളതാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും. ആ ഒരു ഏരിയയിൽ മാത്രമേ ഉണ്ടാവും, എല്ലാവിടെയും ഉണ്ടാവില്ല. അതിനെ ലോക്കൽ വിൻഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം നോക്കൂ, ഹൈ പ്രഷർ ഉള്ളതാണ് ഈ പോളാർ റീജിയനിലുണ്ട്. അപ്പം എന്ത് ചെയ്യും? അവിടുന്ന് ലോ പ്രഷർ ഏരിയയിലേക്കുള്ള വിൻഡ് താഴോട്ടേക്ക് പോകും, മറ്റൊന്ന് മുകളിലോട്ടേക്ക് പോകും. കണ്ടോ, ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഈ ട്രേഡ് വിൻഡ്സ് കണ്ടോ, ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈക്ലോൺ ഇൻ നേച്ചേഴ്സ്ഫിയർ. സൈക്ലോൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം? ഈ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നില്ലേ, നമ്മൾക്ക് ഈ ഏരിയയിലൊക്കെ ശരിക്കും കാണാം. നമ്മൾ ദൂരേക്ക് നോക്കിയിട്ട് നല്ല ഉച്ച വെയിൽ ചില സമയത്ത് ഈ പൊടിക്കാറ്റ് ഇങ്ങനെ വേൾ ചെയ്ത് പോകും. അതിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ചില ഏരിയയിലൊക്കെ ഒന്നാഴ്ച ആ ഏരിയയിലുള്ള എല്ലാം ഒരു ചുഴലിയായിട്ട് മുന്നിലേക്ക് പോകും. ഓക്കെ, ഈവൻ വീട് വരെ അപ്രൂട്ട് ചെയ്ത് പോകും. Located in the eastern sea coast of India is prone to cyclones that originate in Bay of Bengal. Okay, cyclone hit 5 districts of the state. Another super cyclone occurred on the 29th October that devastated. ഇപ്പം നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു ചെറിയ എഫക്റ്റ്. ഇത് ഒന്നായിട്ട് ചുഴലിക്കാറ്റ് ഒന്നായിട്ട് എടുത്തിട്ട് അവർ പോവുക ചെയ്യും. ഈവൻ ബിൽഡിങ്സിന് അതിന് നാശനഷ്ടം വരുത്താനുണ്ട്. These high velocity winds uprooted trees and damaged kacha houses. Okay, അപ്പോൾ കച്ചാ ഹൗസസ് എന്ന് പറഞ്ഞാൽ ഈ ഓല മേഞ്ഞ വീട് അങ്ങനെയുള്ളതാണ്. പക്ക ഹൗസ് എന്നാണ് നമ്മൾ ഈ കോൺക്രീറ്റ് ബിൽഡിങ്സ്. അപ്പോൾ ഈ അധികം ഉറപ്പില്ലാത്ത റൂഫ് ടോപ്സ് ഓഫ് സെവറൽ industrial sheds and other houses were blown away. Power supply and telecom lines snapped completely. Heavy rain occurred under the floods of cyclone. അപ്പം ഈ ഒറീസയിൽ അതുണ്ടായിരുന്നു. ഓക്കെ, സൈക്ലോൺ winds caused tidal waves that swept. അതാണ് ആ കടൽക്കാറ്റൊക്കെ 20 കിലോമീറ്റർ അപ്പം 20 കിലോമീറ്റർ മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസ് അതിൻ്റെ അടുത്തുള്ള ഏരിയകളൊക്കെ വെള്ളത്തിൽപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. മാസീവ് ഡിസ്ട്രക്ഷൻ കോസ്റ്റൽ ഏരിയസ്. 7 to 10 meter high tidal wave intruded suddenly and caused massive damage to standing paddy fields. അതിൻ്റെ അടുത്തുള്ള പാഡി ഫീൽഡ്സ് ഒന്നായിട്ട് ഒഡീഷയിൽ ഭയങ്കര നഷ്ടം വരുന്നതാണ് 1999 സൈക്ലോൺ. ഓക്കെ, സോ in this lesson, what did you study? You studied about atmosphere. Atmosphere, there's 4 different strata. Mentioned causing and destruction from the greenhouse effect, global warming down. Atmosphere layers. പിന്നെ വിൻഡ് എങ്ങനെ ക്രോസ് ചെയ്യുന്നത്? ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഏരിയയിലേക്ക് വരും. 3 ഡിഫറെൻറ്റ് ടൈപ്സ്. അതായത് സീസണലുണ്ട്, പെർമനൻ്റ് ഉണ്ട്, ലോക്കൽ വിൻഡുണ്ട്. പിന്നെ ഈ ഒഡീഷയിലുണ്ടായ സൈക്ലോൺ. ഓക്കെ, ദ സൈക്ലോൺ originated as a depression in the Gulf of Thailand near the east of Port Blair and gradually moved in a northwest direction. It intensified into super cyclone and hit the upper. നോക്കൂ, നിങ്ങളൊന്ന് നോക്കൂ, എവിടെയാണ്? തായ്ലൻഡിൽ നിന്നാണ് അത് ഇന്ത്യയിലുള്ള ഇവിടേക്ക് വന്നത്. അപ്പോൾ ആദ്യം ഉണ്ടായപ്പോൾ ചെറിയ ചുഴലിയായിട്ടാണ്. പിന്നെ അത് വിൻഡിലൂടെ സഞ്ചരിച്ച് വരുമ്പോഴേക്കും അത് ഭയങ്കര എഫക്റ്റായി.
അപ്പോൾ അത് 25th October ഇവിടെ എത്തുമ്പോൾ ഏതാണ്ട് 29th October. Okay, the super cyclone swept the entire coast of Odisha, including the cities of Bhubaneswar, Cuttack, and about 13 million people were affected. Large number of livestock were killed. Okay, അപ്പോൾ നോക്കൂ ഡിസ്ട്രക്ഷൻ എത്ര. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള ഡിസ്ട്രക്ഷൻ ചെറുതായി തുടങ്ങി ബാങ്ക്ടോക്കുള്ളത് ഇന്ത്യയിലെ ഒഡീഷ വരെ എത്തുന്ന അതിന് അധികം സമയം വേണ്ട. 3 ദിവസം കൊണ്ടാണ് അത്രയും ഡിസ്ട്രക്ഷൻ കോസ് ചെയ്തത് ഇന്ത്യയിൽ എത്തിയത്. ഓക്കെ, ഇനി നമ്മൾ വി ആർ സ്റ്റഡിങ് അബൌട്ട് ഇൻഫ്ലുവൻസസ്. ഈ എയറിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് പഠിച്ചു. അല്ല, വാട്ട് പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ്, വിൻഡിൻ്റെ ഇൻഫ്ലുവൻസ്. നമ്മൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നീരാവി അല്ലേ, മറ്റേ എയറിലുള്ള വെള്ളത്തിൻ്റെ അംശം അല്ലേ. വാട്ടർ വേപ്പർ evaporates from the land and different water vapor. It becomes water vapor. Moisture in the air at any time is known as humidity. When the air is full of water vapor, we call it humid day. As the air gets warmer, its capacity to hold the water vapor increases, and so it becomes more and more humid. On a humid day, clouds take longer. This we know, we have studied from smaller classes. See, എന്താണ് ഈ എയറിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് എന്താവും? കറണ്ടിൻ്റെ റേസ് കൊണ്ട് എയർ ചൂട് കൂടുന്നതിനനുസരിച്ച് എന്താവും? വാട്ടർ ഇവാപ്പറേറ്റ്സ് അല്ലേ. ഇവാപ്പറേറ്റ്സ് ആകുമ്പോൾ നീരാവിയായിട്ട് മുകളിലേക്ക് പോകും. ആ പോകുന്നതിനനുസരിച്ച് അതിന് ഇതിനെ കൂട്ടി വയ്ക്കാനുള്ള കപ്പാസിറ്റി കൂടും. അപ്പം ഈ എയറിൽ ഉണ്ടാവുന്ന നീരാവിനെയാണ് നമ്മൾ ഹ്യൂമിഡ്. ആ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ചില നേരം മഴയുണ്ടാവില്ല, വെയിലും ഉണ്ടാവില്ല, പക്ഷെ ഇതിന് തൂങ്ങി പിടിച്ച് നിൽക്കും. അപ്പം എന്താവും? ക്ലോത്ത്സ് ഒന്നും ഡ്രൈ ചെയ്യില്ല. അതിനാണ് ഹ്യൂമിഡ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അത് വളരെ അൺകംഫർട്ടബിൾ ആയിരിക്കും. വാട്ടർ ഇവാപ്പറേറ്റ്സ്, വേപ്പറൈസസ്. മുകളിലേക്ക് ചൂട് കൂടുതലും വെയിറ്റ് ആവുന്നതിനനുസരിച്ച് മുകളിലേക്ക് പൊങ്ങിപ്പോവുകയല്ലേ ചെയ്യും. പൊങ്ങിപ്പോകുന്നതിനനുസരിച്ച് ഇത് മുകളിലെത്തുമ്പോൾ തണുത്തിട്ടാണ് വാട്ടർ വേപ്പർ കണ്ടൻസസ്. എന്നിട്ട് നമ്മൾ പഠിച്ചതാണ് വളരെ ചെറിയ ക്ലാസ്. Clouds are just masses of such water droplets. Okay. But towards the end of that chapter, children, air. What you should understand is precipitation that comes down to the earth in liquid form is called rain. That you have studied from the smaller classes. Rainwater, when sun's heat is there, water gets evaporated, or when it evaporates, it goes up. As it goes up, it becomes dense. Above all the clouds come together, and the weight of the it comes down as rain. That you studied right from 3rd standard? Yeah, from 3rd standard. See, almost the underground water, it comes from rain, most of it. അപ്പോൾ ഈ റെയിൻ എങ്ങനെയാണ് വെള്ളം അടിയിൽ തന്നെ പിടിച്ചു നിർത്തുന്നത്? എന്താണ്? ശരിക്കും ട്രീസിൻ്റെ റൂട്ട്സ്. സോ ഇഫ് യു അപ്രൂവ് ദിസ്, അല്ലെങ്കിൽ അതിനെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഈ റൂട്ട്സ് മണ്ണിനെ ഹോൾഡ് ചെയ്യുന്നു, അതിലൂടെ വെള്ളത്തിനെ ഹോൾഡ് ചെയ്യുന്നു നിൽക്കും. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? അതുമല്ല, ഈ മൗണ്ടെയ്ൻസിലൊക്കെ ആണെങ്കിൽ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന മണ്ണ് നന്നായിട്ട് അങ്ങോട്ട് അലകിപ്പോകും. സോ വാട്ട് വിൽ ഹാപ്പൻ? This water will directly fall down and comes down through the mountains and flood the lower area. You should not cut down trees. Deforestation is a reason, man-made reason. Okay? The basis of mechanism, there are 3 types of rainfall: conventional rainfall, orographic rainfall, and cyclonic rainfall. Rainfall is very important for survival of plants and animals. It brings fresh water to the earth's surface. Rainfall is less, water scarcity and drought occur. So this lesson is just a reminder to you that tells you should plant more trees if you want to live. Okay.